ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിനെ പൊന്നാട അണിയിക്കാനായിട്ട് മേഡം വീടിനകത്തേക്ക് കയറി വന്നപ്പോഴാണ് എല്ലാവരും വിവരം അറിയുന്നത്, ഗീതു അടക്കം. പക്ഷെ എല്ലാവരും ഞെട്ടിപ്പോയി. രാധിക അടക്കം എല്ലാവരും അന്താളിച്ചിങ്ങനെ നിൽക്കുക. എന്തായാലും വന്ന കാര്യം പുഷ്പം പോലെ നിറവേറ്റിയതിന് ശേഷം വിജയലക്ഷ്മി മേഡം പടി ഇറങ്ങി പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ സാന്നിധ്യത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി രാധികാമ്മ ചെന്ന് വിജയലക്ഷ്മി മേഡത്തെ പിടിച്ചു നിർത്തുക. അവിടെ ചെന്ന് മേഡത്തിനെ വലിയ ആൾ കളിച്ച് സംസാരിച്ച് ഒതുക്കി താഴ്ത്തിക്കെട്ടി വിടാമെന്ന് വിചാരിച്ച് ചെന്ന രാധികയ്ക്കാണ് തെറ്റിപ്പോയി. രാധിക എന്ന് പറയുന്ന ആ ഒരു വലിയ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിൽക്കുന്ന വ്യക്തിയെ അവിടെ നിന്ന് ഒറ്റയടിക്ക് വെട്ടി വീഴ്ത്തി താഴെ ഇട്ടു നമ്മുടെ വിജയലക്ഷ്മി മേഡം. തൻ്റെ ജീവിതം വലിയ ഇതാക്കി കളയുമെന്നും പറഞ്ഞു വലിയ ഡയലോഗ് അടിച്ചു ചെന്ന പുള്ളിക്കാരിയോട് ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകളെക്കുറിച്ച് ഓരോ കുടുംബങ്ങൾ വഴിയാധാരമാക്കിയതിനെ പറ്റിയൊക്കെ നമ്മുടെ വിജയലക്ഷ്മി മേഡം അങ്ങ് പറഞ്ഞപ്പോൾ രാധികയ്ക്ക് മിണ്ടാട്ടമില്ലാണ്ടായിപ്പോയി. നീ നശിപ്പിച്ച ഓരോ കുടുംബത്തിൻ്റെയും പേര് ലിസ്റ്റ് എടുത്ത് ഞാൻ പറഞ്ഞാൽ നീ ഭൂമി പിളർന്ന് താഴെ പോകുമെന്നും എന്നെക്കൊണ്ട് അത് നീ ചെയ്യിക്കരുത് എന്നും നമ്മുടെ വിജയലക്ഷ്മി മേഡം അങ്ങ് പറഞ്ഞു. വിജയലക്ഷ്മി മേഡം അത് പറയുന്നത് കേട്ടപ്പോൾ രാധിക എന്തോ വലിയൊരു കുറ്റം ചെയ്ത ആളാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ ആ മേഡം പറയുന്നതൊക്കെ കേട്ട് മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നമ്മുടെ രാധിക അവിടെ നിൽക്കുക. കാരണം രാധികയ്ക്ക് ഇനി ഒരു അക്ഷരം പോലും മിണ്ടാനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ അവകാശം ഇല്ല അവിടെ. അങ്ങനെ മേഡം നമ്മുടെ രാധികയുടെ വാ തുന്നിക്കെട്ടി വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നോട് കളിക്കാൻ വരുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ മേഡം അവിടെ നിന്ന് രാധികയ്ക്ക് 2 ഡോസും കൊടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അങ്ങോട്ടേക്ക് ഗോവിന്ദൻ ഇറങ്ങി വരുന്നു. ഗോവിന്ദൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്താ, നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ആകെ അഭിനയത്തിൻ്റെ കുലപതിയായിട്ട് അവിടെ എങ്ങനെ നിൽപ്പുണ്ട്. ഏതാണ്ട് വിജയലക്ഷ്മി മേഡം രാധികയെ ചെയ്തു എന്നുള്ളൊരു മട്ടിൽ ആശാത്തി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടപ്പോൾ മകന് സഹിച്ചില്ല. മകനാണെങ്കിൽ വേഗം ചെന്ന് വിജയലക്ഷ്മി മേഡത്തിനെ അങ്ങ് പിടിച്ചു നിർത്തി. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്? നിങ്ങൾ ഈ വീട്ടിലേക്ക് എൻ്റെ അമ്മയെ തകർക്കാനായിട്ട് എന്തിനു വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി മേഡം ഒന്ന് ചിരിച്ചു. ആര്? നിൻ്റെ അമ്മയോ എന്ന് ചോദിച്ചപ്പോൾ അതെ, എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ കൺകണ്ട ദൈവമാണ് എൻ്റെ രാധികാമ്മ. നിങ്ങളിപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഗീതുവിനെ കരുവാക്കി നിങ്ങൾക്ക് ജയിക്കാനുള്ള കുതന്ത്രങ്ങളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഗീതുവിനെ കൂട്ടുപിടിച്ച ഈ കുടുംബം തകർക്കാനായിട്ട് കരുക്കൾ നീക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ പിൻസീറ്റിലിരുന്ന് കളിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക്, അതായത് എൻ്റെ രാധികാമ്മയ്ക്ക് വിജയിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ രാധികാമ്മയെ സംരക്ഷിക്കാൻ പടച്ചട്ട അണിഞ്ഞ് ഞാൻ ഇറങ്ങും എന്ന് പറയാ ഗോവിന്ദൻ. അതും പിൻസീറ്റിലിരുന്ന് ഡ്രൈവറെ കൊണ്ട് തേര് തെളിയിച്ചല്ല, എൻ്റെ രാധികാമ്മയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ നയിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാധികാമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വിജയലക്ഷ്മി മേഡത്തിൻ്റെ മുന്നിൽ കിടന്ന് വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഗോവിന്ദൻ. അപ്പോൾ നിൻ്റെ രാധികാമ്മയെ നീ രക്ഷിച്ചോളാൻ പറഞ്ഞു. അതിന് എന്നും നിനക്ക് സാധിക്കട്ടെ എന്നും, എല്ലാം മറന്ന് എല്ലാം പുറത്തും ജീവിക്കാൻ നിന്നെക്കൊണ്ട് കഴിയട്ടെ. ഇന്നീ പറഞ്ഞതൊന്നും നാളെ മാറ്റി പറയാനുള്ള അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ഒരിക്കലും അങ്ങനെ ഞാൻ മാറ്റി പറയില്ല, കാരണം എൻ്റെ അമ്മയാണതെന്നും എൻ്റെ സ്വന്തം അമ്മയാകാൻ ഭാഗ്യമില്ലാതായിപ്പോയി, ആ ഒരു ഇതിലിങ്ങനെ പറയുക. അപ്പോൾ ആയിക്കോട്ടെ ആ അമ്മയെ നീ സംരക്ഷിച്ചോളാൻ പറഞ്ഞു. എന്തായാലും അമ്മയെ സംരക്ഷിക്കുന്നതോടൊപ്പം ഭാര്യയെ കൂടി ഒന്ന് സംരക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നും പറഞ്ഞ് വിജയലക്ഷ്മി മേഡം അങ്ങ് പോവുക. വിജയലക്ഷ്മി മേഡവും അതുപോലെ തന്നെ ഈ രാധികയും കൂടെ നിന്ന് സംസാരിച്ചത് കണ്ടിട്ടാണല്ലോ ഗോവിന്ദൻ ഇറങ്ങി വന്നത്. അപ്പോൾ ഗോവിന്ദനും ഈ വിജയലക്ഷ്മി മേഡവും കൂടെ സംസാരിക്കുന്നത് രാധിക മറിഞ്ഞു നിന്ന് കേൾക്കുക. ദൈവമേ, ഇനി ആ പെണ്ണുമ്പുള്ള വല്ലതും പറഞ്ഞു പിടിപ്പിച്ചോ എന്നുള്ളൊരു പേടിയാണ് രാധികയ്ക്ക്. രാധിക എന്നിട്ട് പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംസാരം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വീടിനകത്തേക്ക് കയറി ചെന്നു. ഈ സമയത്ത് വിജയലക്ഷ്മി മേഡം പോവുകയും ചെയ്തു. അപ്പോൾ അകത്ത് കയറി വരുന്ന മകനെ കാത്ത് രാധിക ഇങ്ങനെ നിൽക്കുക. വേറൊന്നിനുമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു നുണ പറഞ്ഞ് പിടിപ്പിക്കണം. ആ നുണ പറഞ്ഞ് പിടിപ്പിച്ചാൽ മാത്രമേ തൽക്കാലം പിടിച്ചു നിൽപ്പുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ആ നുണ പറഞ്ഞ് പിടിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയുമായിട്ട് ആശാത്തി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ചെന്നു അമ്മയെ സമാധാനിപ്പിക്കാൻ എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ അമ്മയോട് മനസ്സ് തുറന്ന് സംസാരിക്കണം, അമ്മ വിഷമിക്കേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഗീതു എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോനെ. ഗീതു ഒരിക്കലും അവളെ ഈ വീടിനകത്തേക്ക് കയറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ വിജയലക്ഷ്മി എന്ന് പറയുന്ന അവരെ കൂട്ടുപിടിച്ച് ഈ വീടിനോട് ഗീതു കാണിച്ചത് ഒരിക്കലും ഞാൻ ക്ഷമിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഗീതുവിന് അതിൻ്റേതായ ആ ഒരു തക്ക ശിക്ഷ ഞാൻ കൊടുക്കും, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകൻ അമ്മയെ സമാധാനിപ്പിക്കുന്നു. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാപ്പിയായി. ഇനിയിപ്പോൾ ഗീതുവിനോട് താൻ ക്ഷമിക്കില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞത്
ഗീതുവിനിട്ടുള്ള പണിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആശാത്തി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും വേണ്ട മോനെ, ഇനി എനിക്ക് വേണ്ടിയിട്ട് നീയും ഗീതുവും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ വക ഭയങ്കര ഒരു ഔദാര്യവും കാര്യങ്ങളൊക്കെ. അപ്പം അമ്മ ഇതിൽ ഇടപെടേണ്ട, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ടായി മകൻ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദനകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് രാധിക എന്തായാലും ഗോവിന്ദന് ശരിക്കും പറഞ്ഞു കൊടുത്തത് ഏറ്റിട്ടുണ്ടെങ്കിൽ ബാക്കി അവർ തമ്മിൽ ആയിക്കോളും എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. ആ ഒരു സംസാരം അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് അങ്ങനെ ഈ സംസാരം കഴിഞ്ഞിട്ട് രാധിക അങ്ങ് കയറിപ്പോയി. ഇത് കഴിഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ റൂമിൽ പോയിരിക്കുന്നു. എന്തായാലും ഗീതു എന്തായിരിക്കും അങ്ങനെ ചെയ്തത്? വിജയലക്ഷ്മി മേഡത്തിനെ ഈ വീട്ടിലേക്ക് കയറ്റി ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം അവൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ പലതും ആലോചിക്കുന്നു. പഴയ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ പെട്ടെന്ന് ഇതാ ചായ എന്നും പറഞ്ഞ് ഒരാൾ ഫ്രണ്ടിലേക്ക് വരുന്നത്. ആദ്യം ഗോവിന്ദൻ ചായ ഗ്ലാസ്സിലേക്ക് നോക്കി, പിന്നെ ചായ തന്ന ആളെ നോക്കി കണ്ടപ്പോഴത്തേക്കും ദൈവമേ ഞെട്ടിപ്പോയി. അയ്യോ എന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചിൽ. അയ്യോ ഇതൊരു പ്രേതമാണെന്ന് ചോദിച്ചപ്പോൾ അയ്യോ പ്രേതമല്ല, ഇത് ഞാൻ കണ്ണേട്ടൻ്റെ സ്വന്തം ഗീതുവാ. നീ എന്താ ഈ കോപ്രാണ്ടി വേഷത്തിലെന്ന് ചോദിച്ചപ്പം അയ്യോ ഇത് കോപ്രാണ്ടി വേഷമല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ആ ഒരു ഇതൊക്കെ പോലെ മുഖത്തൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ആശാത്തി വന്നിരിക്കുന്നത്. ഇത് അങ്ങനത്തെ ഒന്നുമല്ല, ഇത് ഞാൻ എൻ്റെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദന് ദേഷ്യം വന്നു. നീ എന്താ ഗീതു ഇവിടെ കിടന്ന് ഈ കാട്ടിക്കൂട്ടുന്നത്? നീ ആരെ ഈ കോമാളിയാക്കുന്നത്? നീ ആരെയാണ് ഈ കൂടെ നിന്ന് ഒരുമാതിരി കളിയാക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ കണ്ണേട്ടൻ എന്താ അങ്ങനെ പറയുന്നേ? ഞാൻ ആരെ കളിയാക്കിയെന്നാ? ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ലല്ലോ, എന്തിനാ പിന്നെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. ഗീതു ആദ്യം തന്നെ നീ ഈ തലയിലിരിക്കുന്ന കുന്ത്രാൻ്റെ അടുത്ത് മാറ്റി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞോ, ഇതെൻ്റെ മുഖത്തിരിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? കണ്ണേട്ടന് പറയാനുള്ളതൊക്കെ കണ്ണേട്ടൻ പറഞ്ഞോളാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം നമ്മുടെ ഗോവിന്ദന്. അപ്പോഴേക്കും ഗീതു കൊടുത്ത ചായ അതിങ്ങനെ തട്ടിപ്പറിച്ച് മേടിച്ചു. ഗീതു അങ്ങ് പോയ പോക്കിന് ഗീതുവിന് തലയിലിരുന്ന സാധനം തട്ടി ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് ചായ കുറച്ച് മറിഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ച് അങ്ങനെ ഇരിക്കുക. ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ല, ഇവളെനിക്ക് സമാധാനം തരില്ലല്ലോ എന്നുള്ളൊരിതിൽ. എന്തായാലും നമ്മുടെ വിജയലക്ഷ്മി മേഡം വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ പുതിയ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അങ്ങനെ രാധികയ്ക്ക് സപ്പോർട്ടായിട്ട് ഗോവിന്ദൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എതിരായിട്ട് നമ്മുടെ വിജയലക്ഷ്മി മേഡവും ഗീതുവും പടക്കളത്തിലിറങ്ങും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.